വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവോളയാണ് ചേർക്കേണ്ടത്. ഒരു സവോള ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. എന്നിട്ട് പിച്ചിയും കൂടെ ഇട്ട് കൊടുക്കണേ. 1 കപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടാറ്റോ ആണ്. ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ആവണം കേട്ടോ. എന്നിട്ട് ഒരു 1/4 കപ്പ്, ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. മസാലക്കൂട്ട് ചൂടെല്ലാം വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അല്ല മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയാണ് വേണ്ടത്. നല്ല കട്ടിക്കും അല്ല നല്ല ലൂസും അല്ലാത്ത പരുവത്തിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ മറ്റേ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. ഇതെങ്ങനെ ചെയ്യണം. ഇതുപോലുള്ള 7 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി 2 മുട്ടയുടെ വെള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരേ സ്ഥലത്ത് വേണം വെക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ കൂട്ടെടുത്തിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് സൈഡിലൂടെ ഒക്കെ നാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് വെക്കുക. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇതിങ്ങനെ മുകളിലൂടെ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് സൈഡിലൂടെ ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതല്ലേ ഒട്ടും പൊട്ടലൊന്നും വന്നിട്ടില്ല. അതുപോലെ ബാക്കി 6 എണ്ണം നമുക്ക് ആക്കി വെക്കണം. നമ്മുടെ 7 കട്ട്ലറ്റിൻ്റെ കൂട്ട് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിൽ ഓയിൽ ചൂടാക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ട് ശേഷം മാത്രം നമുക്കിതിലേക്ക് കൂട്ട് ചേർത്ത് കൊടുക്കുക. ഓരോന്നായിട്ടായിട്ട് പതുക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബ്രെഡ് ക്രംസ് ഉള്ളത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞൊന്നായി കഴിയുമ്പോൾ മാത്രം മറ്റേ ഭാഗത്തേക്ക് തിരിച്ചിട്ടാൽ മതി. അങ്ങനെ നമുക്ക് ഇതെല്ലാം മൊരിയിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡിയാണ്. നമുക്കെല്ലാം കോരി മാറ്റാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.